എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള കൂടുതൽ ക്വിസ് വീഡിയോകൾക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള മറ്റ് വാർത്തകൾക്കും അറിവുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കാര്യം പറയട്ടെ, സ്ഥിരം ക്വിസ് വീഡിയോകൾ മറ്റ് ചാനലുകൾ ചെയ്യുന്ന പോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടായിരിക്കില്ല വീഡിയോ വരിക. ഓരോ ടോപ്പിക് വൈസ് നമ്മൾ കവർ ചെയ്ത് പോകും. അതാണ് കൂടുതൽ പഠിക്കാനായിട്ട് എളുപ്പം. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് അപ്പോളോ 11 എന്ന ചന്ദ്രദൗത്യം. ഓക്കെ, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജൂലൈ 21 ഓക്കെ, ഇത് അമേരിക്കൻ സമയപ്രകാരം ജൂലൈ 20 ഇന്ത്യൻ സമയപ്രകാരം ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ചാന്ദ്രദിനം ആചരിക്കുന്നത്. ഓക്കെ, ദെൻ എന്തുകൊണ്ട് ഈ ദിനം ആചരിക്കുന്നു എന്ന് വെച്ചാൽ 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയതിൻ്റെ ചരിത്ര ദിവസമായിട്ടാണ് ജൂലൈ 21 ലോക ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ് ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയതെന്ന് ചോദിച്ചാൽ 1961 മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത്. ഓക്കെ, ഇനി ആ ചന്ദ്രദൗത്യത്തിൻ്റെ പേര്, മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ചന്ദ്രദൗത്യത്തിൻ്റെ പേര് അപ്പോളോ 11. ഇത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ ദൗത്യമാണ്. സോ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 ദൗത്യത്തിൻ്റെ ഭാഗമായി 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ഇത്രയും പോയിൻറ്റ്സിൽ നിന്ന് 1, 2, 3 ചോദ്യങ്ങളെല്ലാം ക്വസ്റ്റ്യനായിട്ട് ക്വിസിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ചന്ദ്രയാത്രികരാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വിസിനും മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് എല്ലാവർക്കും അറിയാം, നീൽ ആംസ്ട്രോങ് ആണ്. ഡേറ്റ് 1969 ജൂലൈ 20 or 21. ഓക്കെ, അമേരിക്കൻ സമയപ്രകാരം ജൂലൈ 20 ഇന്ത്യൻ സമയപ്രകാരം ജൂലൈ 21 1969 ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ നീൽ ആംസ്ട്രോങ് ആണ്. ഇനി ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ ആൾ, അപ്പോളോ 11 ദൗത്യത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ ആൾ എഡ്വിൻ ആൾഡ്രിൻ ആണ്. ഓക്കെ, എഡ്വിൻ ആൾഡ്രിൻ ആണ് രണ്ടാമത് ഇറങ്ങിയത്. ആദ്യം ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ്. ഓക്കെ, ഇനി അപ്പോളോ 11 ദൗത്യത്തിൽ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമൻ, അല്ലെങ്കിൽ അപ്പോളോ 11 ദൗത്യത്തിൻ്റെ പൈലറ്റ്, വാഹനം നിയന്ത്രിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉത്തരം മൈക്കിൾ കോളിൻസ് ആണ്. സോ ഈ 3 പേര് ചേർന്ന ദൗത്യമായിരുന്നു അപ്പോളോ 11. നീൽ ആംസ്ട്രോങ് ആദ്യം ചന്ദ്രനിൽ കാലുകുത്തി, എഡ്വിൻ ആൾഡ്രിൻ രണ്ടാമതിറങ്ങി, വാഹനം നിയന്ത്രിച്ചിരുന്ന മൂന്നാമനായിരുന്നു മൈക്കിൾ കോളിൻസ്. ഓക്കെ, ഇനി 1969 ജൂലൈ 21 ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാചകമാണ്, മനുഷ്യൻ ഇതൊരു ചെറിയ ചുവടുവെപ്പ്, എന്നാൽ മാനവരാശിക്ക് ഇതൊരു വലിയ കുതിച്ചുചാട്ടം. ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. ഒരു മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവെപ്പ്, എന്നാൽ മാനവരാശിക്ക് ഇതൊരു കുതിച്ചു ചാട്ടം. ഇങ്ങനെ പറഞ്ഞത് ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. പഠിച്ചു വെച്ചേക്കുക, ഒരുപാട് മിക്ക ക്വിസിനും കാണാറുണ്ട്. ഓക്കെ, ഇനി ചന്ദ്രനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠന വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇനി ആദ്യം ശാസ്ത്ര പഠനം. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരാണ് സെലനോളജി. എല്ലാ ക്വിസിനും ചോദിക്കും, ഇപ്പോഴും നിങ്ങളുടെ ഏത് സ്കൂളായിരുന്നാലും ചോദിക്കും. ഓക്കെ, സോ ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സെലനോളജി. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏക ഉപഗ്രഹമല്ല, ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ആ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജിയാണ്. ചന്ദ്രന് സ്വന്തമായ അന്തരീക്ഷമോ വായുവോ ഇല്ല. ഓക്കെ, അതുകൂടി പഠിച്ചു വെച്ചേക്കാം. ചന്ദ്രന് സ്വന്തമായിട്ട് അന്തരീക്ഷവും ഇല്ല, വായുവും ഇല്ല, അതിനാൽ അവിടെ കാറ്റില്ല. ഓക്കെ, കാറ്റുണ്ടാവില്ല. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് ലിബിനിറ്റസ് പർവ്വതം എന്ന് പറയും. ഓക്കെ, ലിബിനിറ്റസ് പർവ്വതം ആണ് ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം, ഏറ്റവും ഉയർന്ന പർവ്വതം. ഓക്കെ, ഇനി ചന്ദ്രനിലെ ഇരുണ്ട തടങ്ങൾ അറിയപ്പെടുന്നത്, നമ്മൾ ചന്ദ്രനിൽ ഒരുപാട് ഇരുണ്ട തടങ്ങൾ പോലെ ഭാഗങ്ങൾ കാണപ്പെടാറുണ്ട്. ഇവ അറിയപ്പെടുന്ന കടലുകൾ അല്ലെങ്കിൽ സീസ് എന്നാണ്. ഇതിനെയാണ് ചന്ദ്രനിലെ കടലുകൾ എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ ഇരുണ്ട തടങ്ങളെയാണ്. ഓക്കെ, ഇനി അപ്പോളോ 11 ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് പ്രശാന്തതയുടെ കടൽ, അല്ലെങ്കിൽ പ്രശാന്തതയുടെ സമുദ്രം എന്നും പറയാറുണ്ട്. അപ്പോളോ 11 ഇറങ്ങിയ സ്ഥലമാണ് പ്രശാന്തതയുടെ സമുദ്രം, അല്ലെങ്കിൽ പ്രശാന്തതയുടെ കടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പോയിൻറ്റ്സ് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് നോക്കി വായിച്ച് പഠിച്ച് കാണാതെ പഠിക്കാം. ഇനി പ്രധാനപ്പെട്ട അളവുകൾ, ചന്ദ്രനിലും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രകാശം എത്തുന്ന സമയം, ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡുകൾ എടുക്കും. ഓക്കെ, സൂര്യൻ്റെ പ്രകാശമാണെങ്കിൽ 8 സെക്കൻഡ് എടുക്കുമ്പോൾ
8 മിനിറ്റ് എടുക്കുമ്പോൾ ചന്ദ്രനിലെ പ്രകാശം എത്താനായിട്ട് 1.3 സെക്കൻഡുകൾ മാത്രമാണ് എടുക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ 1/6 ഭാഗം മാത്രമാണ് ചന്ദ്രനിലുണ്ടാവുക. അതായത് ഇവിടെ ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള മനുഷ്യന് ചന്ദ്രന് 10 കിലോ മാത്രമേ അനുഭവപ്പെടത്തുള്ളൂ. ഇതെല്ലാ ക്വിസിനും ചോദിക്കും. ഭൂമിയിൽ ഇത്ര കിലോ ഭാരമുള്ള മനുഷ്യന് ചന്ദ്രനിൽ എത്ര ഭാരം കാണും? മിക്കപ്പോഴും 60 കിലോ ആയിരിക്കും ചോദിക്കുക. ഉത്തരം നേരെ 10. അതായത് 1/6. ഭൂമിയിൽ എത്രയാണോ ഒരു മനുഷ്യൻ്റെ ഉയരം അതിൻ്റെ 1/6 വരും. സോ എത്ര കിലോ തന്നാലും അതിനെ ബൈ 6 ഭാഗിച്ചാൽ മതി. ഓക്കെ, 100 കിലോ തന്നാൽ ബൈ 6. സോ എത്ര കിലോ ഭാരം ഭൂമിയിലുണ്ടെങ്കിലോ അതിൻ്റെ 1/6 ബൈ 6 കൊടുക്കുമ്പോൾ ചന്ദ്രനിലെ അയാളുടെ ഭാരം കിട്ടും. ഓക്കെ, ഇനി ഭ്രമണ സമയം. ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ചന്ദ്രന് 27.3 ദിവസങ്ങളെടുക്കും. ക്വസ്റ്റ്യനിൽ ഉത്തരമായിട്ട് 27 ദിവസങ്ങളെന്ന് എഴുതിയാലും മതി. ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാനായിട്ട് ചന്ദ്രന് 27 ദിവസങ്ങളെടുക്കും. 27.3 ദിവസം എടുക്കും, കൃത്യമായി പറയാം. ഇനി ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം 3,84,400 കിലോമീറ്ററാണ്. ശരാശരി ദൂരമാണ്. ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഭൂമിയും ചന്ദ്രനും ഇങ്ങനെ പരസ്പരം വലം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചന്ദ്രനുമായി ബന്ധപ്പെട്ട ബഹിരാകാശ ദൗത്യങ്ങളും നേട്ടങ്ങളാണ്. ഇത് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 1, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങളുടെ പേര് ചന്ദ്രയാൻ എന്നാണ്. ആദ്യത്തെ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ആദ്യത്തെ പേടകം, അല്ലെങ്കിൽ ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ലോകത്തിനോട് ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ദൗത്യം ചന്ദ്രയാൻ 1 ആണ്. ഓക്കെ, ഇതിന് ചോദ്യം ഉണ്ടാവും. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതല്ല, ചന്ദ്രനിലെത്തിയത് 2008 ഒക്ടോബർ 22-നാണ്. ഇനി ചന്ദ്രയാൻ 2 2019 ജൂലൈ 22-ആണ്. ഇത് ഓർബിറ്റർ വിജയകരമായി വിന്യസിച്ച ദൗത്യമാണ്. ചന്ദ്രനിലെ ചുറ്റും ഒരു ഓർബിറ്റർ വിജയകരമായി വിന്യസിച്ചെങ്കിലും അതിന് കൃത്യമായി ചന്ദ്രൻ ലാൻഡ് ആക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടൊരു പരാജയപ്പെട്ട ഒരു ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. ഇനി ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23-ലെ ദൗത്യമാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചെന്ന് ലാൻഡ് ചെയ്ത ആദ്യത്തെ പേടകമാണ് ചന്ദ്രയാൻ 3. ഇതുവഴി ഇന്ത്യ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യവുമായിട്ട് മാറി. ഓക്കെ, ഇനി ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ പ്രമുഖരാരൊക്കെ നോക്കാം. ആദ്യം ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ISROയുടെ ആദ്യത്തെ ചെയർമാനും വിക്രം സാരാഭായ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്രികനാണ് രാകേഷ് ശർമ്മ. അദ്ദേഹം 1984-ലാണ് ചന്ദ്രനിലെത്തിയത്. ഇനി ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ വനിത കൽപ്പന ചൗളയാണ്. ഇന്ത്യക്കാരിയല്ല, അവർ ഇന്ത്യൻ വംശജയാണ്. ഓക്കെ, സോ വിക്രം സാരാഭായ് ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യൻ, രാകേഷ് ശർമ്മ ആദ്യത്തെ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ, ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിത കൽപ്പന ചൗളയാണ്. ഇനി ബഹിരാകാശത്തിലെ ആദ്യങ്ങൾ എന്നുള്ള പേരിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ബഹിരാകാശത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം, അതായത് ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 ആണ്. മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. സ്പുട്നിക് 1 വിക്ഷേപിച്ച രാജ്യം USSR ആണ്, റഷ്യ അല്ല. USSR ആണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ആണ്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണ്. ഓക്കെ, 1957. ഇനി ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി ലൈക്ക എന്ന നായക്കുട്ടിയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി. അതും 1957 തന്നെയാണ്. USSRൻ്റെ ഭാഗത്തു നിന്നാണ് ആ നേട്ടം കൈവരിച്ചത്. ആദ്യത്തെ ബഹിരാകാശ യാത്രികനും യൂറി ഗഗാറിനാണ്. അദ്ദേഹവും 1961-ലാണ് യാത്ര ചെയ്തത്. അദ്ദേഹവും USSRൻ്റെ ഭാഗമായിട്ടുള്ള ബഹിരാകാശ യാത്രികനായിരുന്നു. ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയ വനിത വാലന്റീന തെരഷ്കോവയാണ്. ഇത് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. വാലന്റീന തെരഷ്കോവയാണ് ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയ വനിത. അവരും USSRൽ നിന്നുള്ള ആളാണ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്നത് ആര്യഭട്ടയാണ്. 1975-ലാണ് വിക്ഷേപിച്ചത്. ഓക്കെ, ഇനി ദേശീയ അന്തരീക്ഷ ദിനം അല്ലെങ്കിൽ ബഹിരാകാശ ദിനം എന്നത് ചന്ദ്രയാൻ 3 വിജയകരമായ ലാൻഡിങ്ങിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓഗസ്റ്റ് 23-നാണ് ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ചന്ദ്രയാൻ 3 ഓഗസ്റ്റ് 23-ന് വിജയകരമായി ലാൻഡ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്ക് ഓഗസ്റ്റ് 23-നാണ് ഇന്ത്യയിലെ ദേശീയ അന്തരീക്ഷ ദിനം അല്ലെങ്കിൽ ബഹിരാകാശ ദിനം എന്നത് ഓഗസ്റ്റ് 23-നാണ്. എന്തിൻ്റെ ഓർമ്മയ്ക്കാണെന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ 3യുടെ
വിക്ഷേപണത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. ഓക്കെ, ഇതിനിവിടെ കുറച്ച് ഇമേജ് സോഴ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നോക്കുക. സോ ഇത്രയാണുള്ളത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയത്. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സാധാരണ ക്വിസിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിക്ക് ഉപരി ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ട് ഇങ്ങനെ PDF സ്ലൈഡ്സ് ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ക്വിസ് വീഡിയോകൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു പരീക്ഷണമാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ക്വിസ് വീഡിയോ ചെയ്യുന്നത്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ മോഡലിൽ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി അമർത്തിയേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.